ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ജൂണിലേക്കുള്ള എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 1 തുടങ്ങിയതാണ്. മാർച്ച് 31 വരെ ടൈമുണ്ട്. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് കൊടുത്ത് പേയ്മെൻറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു എഡിറ്റിങ്ങും പറ്റില്ല. അപ്പോൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ. എക്സാം സെൻറ്റർ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും കുറേ പേര് ശ്രദ്ധയില്ലാതെ ഫോം ഫില്ല് ചെയ്തിട്ട് എക്സാം സെൻറ്ററൊക്കെ തെറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു എക്സാം സെൻറ്റർ മാറ്റാൻ പറ്റുന്നുള്ളൂ. ഒരു കാരണവശാലും എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഓപ്ഷനും ഇല്ല. അത് നമ്മുടെ എക്സാമിനേഷൻ സൈറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട്. ആണ് നമ്മുടെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ്റെ ഫോം വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓപ്ഷൻ ഫോർ ചേഞ്ചിങ് എക്സാം സെൻറ്റേഴ്സ്. നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് എക്സാം സെൻറ്റർ വിൽ ബി എൻ്റർടൈനിങ് ഇൻ എനി കേസ്. ഒരു കാരണവശാൽ അങ്ങനെ നമുക്ക് എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്താണോ കൊടുത്തത് അവിടെ തന്നെ പോയി എഴുതേണ്ടി വരും. പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന എക്സാം സെൻറ്റർ ടെൻറ്റേറ്റീവ് സെൻറ്റർ മാത്രമാണ്. ആരും ഫൈനൽ സെൻറ്റർ അല്ല കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരു 90% നമ്മൾ കൊടുക്കുന്ന സെൻറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ ഈ ഒരു സെൻറ്റർ ആവില്ല കിട്ടുക. നമ്മുടെ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു കോളേജസിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അതും ഇവിടെ വ്യക്തമായിട്ട് തന്നെ ഇവർ മുകളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് സീറ്റ് വരുന്നത്. ഈ സെൻറ്റർ മാറ്റാനുള്ള റൈറ്റ് ഇഗ്നോയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരും കൊടുക്കുന്ന സെൻറ്റേഴ്സ് പെർമനൻ്റ് അല്ല, അതായത് ഫിക്സ്ഡ് അല്ല, ടെൻറ്റേറ്റീവ് ആണ്. ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ വഴി തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.